ഞങ്ങളുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുന്ന പല കോഴ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 പേര് കിച്ചണിൽ വേണ്ടിടത്ത് 2 പേര് മതിയാവും. 10 പേര് വേണ്ടിടത്ത് ഒരു 4 പേര് മതിയാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ എത്ര രൂപ ലാഭിക്കാം കിച്ചനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നതും നമ്മളവരെ ഷേപ്പ് അപ്പ് ചെയ്യുന്നതും ഒരു 2-3 ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കും. അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ അവൻ പഠിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പൊറോട്ട അടിക്കുകയാണെങ്കിൽ അവന് പൊറോട്ട മാത്രമേ അറിയുള്ളൂ. പുട്ടും വെള്ളപ്പമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അവരെ സ്കില്ല് വർദ്ധിപ്പിക്കുക. തൊഴിലാളികളുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ലേബർ കോസ്റ്റ് കുറയ്ക്കുക. എന്നിട്ട് അവർക്ക് ശമ്പളം ഒരല്പം കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ലേബറെ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യിക്കാനും അവനും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന ശമ്പളം കൊടുക്കാനും പറ്റും. അപ്പോൾ അവൻ അവിടെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ നിലനിന്നാൽ നമുക്ക് തലവേദനകൾ കുറയും. അതുപോലെ തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ മൾട്ടിപ്പിളായിട്ട് എല്ലാവരെയും ഇപ്പോൾ എൻ്റെ കടയിലോ അല്ലെങ്കിൽ കടയുമായി ബന്ധപ്പെട്ടോ ജോലി ചെയ്യുന്നവരെ ഞാൻ മിനിമം 3 ഭാഗമെങ്കിലും പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. ഒരു ജ്യൂസ് അടിക്കണം, അപ്പോൾ അയാൾ പോയി ജ്യൂസ് അടിച്ച് ഒരു മൊജിറ്റ് അടിക്കും. അവിടെ ഉള്ള ആൾ അപ്പം അടിക്കാൻ പറ്റും. കാരണം അവർക്കൊക്കെ ഇത് നമ്മൾ പരിശീലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിനകത്ത് നമ്മളിതുപോലെ ഒരു ട്രെയിനിങ് എല്ലാവരെയും ഷഫിൾ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അതിനെക്കുറിച്ച് നല്ലൊരു നോളജും പ്രാക്ടിക്കൽ ഇതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ നടത്തുന്നവർക്ക് ധൈര്യമായിട്ട് പറയാം, ഇനി ആരെങ്കിലും ഒരാൾ തെറ്റിയാൽ പോലും അടുത്ത ആൾ ചെയ്യുമല്ലോ ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മളും അതിനെക്കുറിച്ചിട്ട് ഒരു മിനിമം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടയുടെ ലാഭം ഇപ്പോൾ 10 പേര് പണിയെടുക്കേണ്ടടുത്ത് നമുക്ക് 4 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം അതിനുള്ള പണിയേ ചിലപ്പോൾ ഹോട്ടലിൽ ഉണ്ടാവുള്ളൂ, ഓണർക്ക് അറിയില്ല. അപ്പോൾ പൊറോട്ട അടിക്കണം, പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കും, ജ്യൂസ് അടിക്കണം, അത് ചെയ്യും. കച്ചവടം അല്ലെങ്കിൽ അവനൊക്കെ അങ്ങനെ കുത്തിരിക്കും. ലോസ് ലാസ്റ്റ് നമ്മൾ പൂട്ടും, ഓണർ പൂട്ടും, അവൻ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ഇതേപോലെയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് 10 ഇരട്ടി വരെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം പല ഹോട്ടലിയേഴ്സും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇല്ല, നമ്മൾ നടത്തുന്നുണ്ട്, എവിടെയാണ് പാളിച്ച ഒരു പേടിയും പേടിക്കേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ ചെയ്യിപ്പിച്ച് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ ഹോട്ടൽ പൊട്ടാത്ത രൂപത്തിലേക്ക് മാറ്റി അതിൻ്റെ ബേസ് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ അക്കൗണ്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബേസ് ശരിയായ ബാക്കിയൊക്കെ തന്നെ അങ്ങ് ശരിയായി വരും. അതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഈ കാര്യം അതേപോലെ ഏറ്റെടുത്ത് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏകദേശം എല്ലാ ലൊക്കേഷനിലും പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മാൻ ആർമി ആയിക്കൊണ്ട് നിങ്ങൾ അഭിമാനം പോലും കാത്ത് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിനെ സക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ കോഴ്സിൽ അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ മന്തി അടിക്കാൻ ഞാൻ സ്വന്തമായി ഒരു മെഷീനറി നിർമ്മിച്ച ആളാണ്. അതിന് ഒരു ട്രിപ്പ് 50 കിലോ വരെ അടിക്കാൻ 50 രൂപ കോസ്റ്റ് വരുന്ന ഗ്യാസേ വേണ്ടോ, ലാഭമല്ലേ? മറ്റേത് 300 മുതൽ 700 രൂപ വരെ വരും ഒരു ട്രിപ്പ് മന്തി അടിച്ചിറങ്ങാൻ. അതുപോലെ അതിൻ്റെ പണിക്കാർ 3-4 പേരുണ്ടെങ്കിൽ അത് നീങ്ങുള്ളൂ. നേരെ മറിച്ച് മെഷീനിലാണെങ്കിൽ ഗ്ലാസ്സിലൂടെ നമുക്ക് ഫുള്ളായിട്ട് കാണാനും അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിങ് അറിയാനും അതുപോലെ ടൈം ട്രാക്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ മറ്റൊരു ഗുണം. അതുപോലെ തന്നെ ബിരിയാണികളും നാടൻ ഫുഡുകളും ഇതൊക്കെ വെക്കുന്നതിന് വളരെ ഷോർട്ടാക്കിയിട്ട് ഇതിനൊക്കെ ഗ്രാം വൈസും ലിറ്റർ വൈസും നമ്മൾ മെഷർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും ഈസി ആയിട്ട് അത് കുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മിനിമം ഒരു 1 ഡേ 2 ഡേ ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻ അറിഞ്ഞാൽ തന്നെ അയാൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിസ്റ്റേക്ക് വരാനില്ല. 1 കിലോ ഇറച്ചിയാണെങ്കിൽ അതിന് ഇത്ര ഗ്രാം ഉപ്പ്, ഇത്ര ലിറ്റർ വെള്ളം, പിന്നെ എവിടെ തെറ്റ് പറ്റുക. അപ്പോൾ ആ കൈപ്പുണ്യം ഞങ്ങൾ പാക്കറ്റാക്കിയിട്ട് എല്ലാ സാധനങ്ങളും അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ആ ടെക്നോളജി കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒന്ന് തയ്യാറെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റ് ഇതൊക്കെ നമ്മളൊന്ന് വളരെ ചിന്തിച്ച് ഉൾക്കൊണ്ടിട്ട് ചെയ്താൽ പ്ലസ് നമ്മൾ ബിസിനസ് വീണ്ടും മേലേക്ക് വരും.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിന് ഒരു ഉഗ്രം വിജയം കൊടുക്കാൻ പറ്റും. നിലവിൽ ഡൗൺ ആണെങ്കിൽ പോലും അപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു മീഡിയത്തിൽ ഓടണമെങ്കിൽ നല്ല പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ട്രെയിനിങ് കിട്ടിയാൽ ഇപ്പോൾ റൊണാൾഡോ, സച്ചിൻ ടെണ്ടുൽക്കർ ഇവർക്കൊക്കെ കോച്ചില്ലേ, മെൻറ്റേഴ്സില്ലേ? കോച്ചും ട്രെയിനറും ഒക്കെ വേണം. എങ്കിലാണ് നമുക്ക് ആ വളർച്ച ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അതിനുള്ള മറുപടികൾ തരും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചാൽ പുതിയ പുതിയ എപ്പിസോഡുകൾ പടപെടാൻ നിങ്ങൾക്ക് കിട്ടും. അറിവുകൾ വർദ്ധിപ്പിക്കുക, ബിസിനസ്സിനെ ലാഭകരമാക്കുക. ഈ വീഡിയോ കണ്ടതിനാൽ കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്.